പണ്ടത്തെ സ്ത്രീകളൊക്കെ ഭർത്താവിൽ നിന്ന് ആഗ്രഹിച്ചത് മാന്യതയും ആത്മാർത്ഥതയും കുടുംബം നോക്കാനുള്ള കഴിവൊക്കെ ആയിരിക്കാം. പക്ഷെ ഇന്നത്തെ സ്ത്രീക്ക് പ്രചോദനം നൽകുന്ന ഒരു ഭർത്താവിനെയാണ് ആവശ്യം. പ്രചോദനം മാത്രം മതിയെങ്കിൽ എന്റെ കയ്യിൽ അത് ധാരാളം ഉണ്ട്. കളിയാക്കണ്ട. എന്നെ പോലൊരു സാധാരണ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഘടകമായി അവൾ മാറുന്നു എന്നതിന്റെ പരസ്യമായ തെളിവാണ് വിവാഹം. ഒരുമിച്ചൊരു ജീവിതം കെട്ടിപ്പടുക്കാന്നുള്ളത് രസമുള്ളൊരു കാര്യല്ലേ? അതെ. പ്രിയപ്പെട്ട കുഞ്ഞാടുകളെ, യുദ്ധത്തിന് പോകും മുമ്പ് 1 വട്ടം പ്രാർത്ഥിക്കുവിൻ, കടലിൽ പോകും മുമ്പ് 2 വട്ടം, വിവാഹം കഴിക്കും മുമ്പ് 3 വട്ടം. ജോണിച്ചായോ, നല്ല പ്രായത്തിൽ കെട്ടാനാകാത്തതിന്റെ ഫ്രസ്ട്രേഷനൊക്കെ ഇങ്ങനെ നാട്ടിലെ കല്യാണമൊന്നും മുടക്കിയല്ല തീർക്കണ്ടേ. തൃഷ്ണകൾ അടക്കാനാവുന്നില്ലെങ്കിൽ വിവാഹത്തിലാകുവിൻ. ആഗ്രഹത്താൽ വലഞ്ഞു പോകുന്നില്ല നല്ലത് വിവാഹം കഴിക്കുന്നതത്രേ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു നാടകത്തിലെ ഡയലോഗാ. ഇത് കേട്ട് കുട്ടികളൊക്കെ എന്തൊരു കയ്യടിയായിരുന്നു അറിയാമോ? കയ്യടി എന്ന് പറഞ്ഞ ഒടുക്കത്തടി. അതെ, ആ അടിയിലാണ് ഈ ചേട്ടന്റെ തല പൊട്ടിയത്. എന്റെ പൊന്നു പെങ്ങളെ, വിവാഹിതരായ എല്ലാരും അവിവാഹിതരായിരിക്കാനും അവിവാഹിതരായ എല്ലാരും വിവാഹിതരായിരിക്കാനും രഹസ്യമായിട്ടെങ്കിലും ആഗ്രഹിക്കാറുണ്ട്, അറിയാവോ? ഇയാള് തിരക്കഥ വായിച്ചോ? പിന്നെ അതുകൊണ്ടല്ലേ ഒരു പ്രകോപനം ഇല്ലാതെ വിവാഹത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ വാചാലനായത്. അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കാം, ഈ ക്യാമറമാൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, ഞങ്ങളുടെ ചാനലൊന്നും അങ്ങനത്തെ പരിപാടി ഇല്ല. നമ്മുടെ മലയാള സിനിമയിലും അങ്ങനെയുള്ള പതിവൊന്നുമില്ല. കാരണം മിക്കപ്പോഴും റിലീസിംഗിന്റെ അന്നായിരിക്കുമല്ലോ സ്ക്രിപ്റ്റ് എഴുതി തീരുന്നത്. ചിലരത് കഴിഞ്ഞും തിരുത്താറുണ്ട്. ഉള്ളത് പറയാലോ, 15 വർഷത്തിന്റെ സിനിമാ ജീവിതത്തിനിടയിൽ ഷൂട്ട് തുടങ്ങും മുമ്പ് കംപ്ലീറ്റ് സ്ക്രീൻ പ്ലേ വായിക്കാൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതിന് ഇവനെ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് എന്ത് തോന്നി? കോക്ടെയിൽ ഓഫ് നൊസ്റ്റാൾജിയ ആൻഡ് ന്യൂ ജനറേഷൻ. ഈ സിനിമ വിവാഹ ജീവിതം ഒരുപോലെ സൂക്ഷിച്ചെടുത്ത് ചെയ്തില്ലെങ്കിൽ കഥ മാറിപ്പോ. ഞാൻ അതുപോലെ വാചകോടി നിർത്തി ഓടാം. വേണോ? പോരെ, നമുക്ക് ആംബുലൻസ് സീക്വൻസ് ഇവിടെ തന്നെ പ്ലാൻ ചെയ്യാം. അതൊക്കെ നന്നായിരിക്കും. ജമീല എന്നല്ലേ പേര്? അതെങ്കിലോ? എന്താ വേണ്ടത്? വിശേഷിച്ചൊന്നുമില്ല. ജമീല ബീബിയുടെ ബാപ്പയുടെ ബീഡി ഫാക്ടറി ഉണ്ടല്ലോ, അവിടെ 120 ബീഡി തെറുപ്പ് തൊഴിലാളികളുണ്ട്. ഞാൻ അവരുടെ സെക്രട്ടറിയാണ്. പേര് അബ്ദുൽ ഖാദർ. വളരെ സന്തോഷം. ഫുട്ബോൾ പ്ലെയർ ആണെന്നും ടൗൺ കേഡി ആണെന്നും കൂടി കേട്ടിട്ടുണ്ട്. അതെ, ബീഡി തെറുപ്പുകാർ ഒരു പണിമുടക്കിന് ആലോചിക്കുന്നു. ഞങ്ങൾ നിങ്ങളുടെ ഫാക്ടറി പൂട്ടിക്കും. ഇതെന്നോട് എന്തിനാ പറയുന്നത്? ബാപ്പയോട് ഇന്ന് പറയൂ. ജമീലയോട് പറയാൻ കാരണമുണ്ട്. എന്താണത്? ഞാൻ ജമീലയെ ഗാഢമായി സ്നേഹിക്കുന്നു. സന്തോഷം. പിന്നെ എന്തൊക്കെയാണ് നാട്ടുവർത്തമാനങ്ങൾ? ജമീല, നീ എന്നെ വിവാഹം ചെയ്തില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കെട്ടി തൂങ്ങി ചത്തുകളയും എന്നൊക്കെ പറയാനേ വേറെ ആളെ നോക്കണം. ജമീല, ഞാൻ നിന്റെ എല്ല് തകർക്കും. ജമീല, എന്റെ ജീവിതം നീ പാഴാക്കരുത്. നിന്നെ ഞാൻ ഗാഢഗാഠം സ്നേഹിക്കുന്നു. നിന്റെ വസ്ത്രങ്ങളെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ ഇഞ്ചിഞ്ചായി സ്നേഹിക്കുന്നു. നീ നടക്കുന്ന ഈ പുഴയോരത്തെ സ്നേഹിക്കുന്നു. കാണുന്ന യുവതികളെല്ലാം വഴിക്ക് തടഞ്ഞിരുത്തി ഇങ്ങനെ പ്രേമപ്രസംഗം ചെയ്യാറുണ്ടല്ലേ? ഇല്ല ജമീല, നിന്നോടല്ലാതെ മറ്റൊരു പെണ്ണിനോട് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല, നോക്കിയിട്ട് പോലുമില്ല. ഇനി മിണ്ടുകയുമില്ല, നോക്കുകയുമില്ല. ജമീല, നീ എന്റെ കണ്ണിലെ കാഴ്ചയാണ്. പിന്നെ നിനക്ക് ഞാനും എനിക്ക് നീയും. വളരെ സന്തോഷം. എന്താ ഓർമ്മയില്ല? ചവച്ചോണ്ടിരിക്കണ ബബിൾക്കം തുപ്പിക്കളഞ്ഞിട്ട് ഒന്ന് ഓർത്തു നോക്കിയേ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ. ആക്ഷൻ! പിതാവായ ദൈവമേ, അങ്ങയെ കാണുവാനായി പൊന്നും മീറിയും കുന്തിരിക്കവുമായി ഞങ്ങൾ വന്നിരിക്കുകയാണ്. പാപികളുടെ മോചനത്തിനായി അങ്ങയുടെ മുഖത്ത് ഇതാ വന്നു കഴിഞ്ഞു.